ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോങ്കോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് P. പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM ശ്രീ എന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാവുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ മറുപടി നൽകി. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് ഒരു 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൗരോർജ വേലികൾ സ്ഥാപിക്കുക, AI, ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുത പ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ, പരിക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള, കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് മേയർ VV രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്.
സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോങ്കോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. ഇരട്ട ഗോൾ നേടിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന അത്യപൂർവ്വ റെക്കോർഡിന് ഉടമയായി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലക്കയ്ക്ക് 3500 രൂപ വരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽ മഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900-ലും നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-നെതിരെ 50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UN-ലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിനു ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം.
2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോങ്കോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.